നിങ്ങൾക്കൊക്കെ അത് പറയാം. എന്റെ വിഷമം എനിക്കേ അറിയുള്ളൂ. എന്റെ മോൻ പെണ്ണ് കെട്ടി ഓന്റെ കുട്ടികളെ കളിപ്പിക്കാനുള്ള പൂതിയൊക്കെ എനിക്കും ഉണ്ടാവൂലേ? അതെന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത? മനസ്സിലാഞ്ഞിട്ടാണോ? അന്റെ മോൻ വലിയ സുജായിയല്ലേ. ലോകത്തൊരു പെണ്ണിന് ഓന് പറ്റൂല. എത്രത്തോരം പെൺകുട്ടികൾ ഓൻ പോയി കണ്ടിക്കണ്. ഒന്നിനും ഓന് ബോധിക്കൂല. ഇപ്പൊ എനിക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ശുക്കൂറിന് പെണ്ണ് കിട്ടിയോ എന്നുള്ള ആൾക്കാരുടെ കുത്തിയുള്ള ചോദ്യം കേൾക്കുമ്പോഴേ മനുഷ്യന്റെ തൊലി അങ്ങോട്ട് ഉരിഞ്ഞു പോവാണ്. എന്തായാലും വേണ്ടില്ല പിയാപ്പളെ, ഇപ്രാവശ്യം ശുക്കൂർ ലീവിന് വന്നാല് ഓനെ കൊണ്ട് എങ്ങനെയും ഒരു പെണ്ണ് കെട്ടിച്ചാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് മനസ്സമാനത്തോടെ ഉറങ്ങാൻ കഴിയൂല. ശ്രമിക്കാനായിട്ടാണോ ശുക്കൂർ പെണ്ണ് കെട്ടിയ കാക്ക മലന്ന് പറക്കുന്ന ഈ പെരുമണ്ണ പഞ്ചായത്തിലെ നാട്ടുകാർ മുഴുവൻ പറയണത്? അങ്ങനെ പറയല്ലേ പുയ്യാപ്പിളെ. ഇപ്രാവശ്യം ഓനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ കല്യാണം കഴിപ്പിക്കും. 10-28 വയസ്സായില്ലേ ഓനെ. അത് ശുക്കൂർ കൂടി മനസ്സിലാക്കണ്ടേ. എല്ലാ വർഷവും ലീവിന് വരുമ്പോ ഞമ്മള് മുറക്കി പെണ്ണ് നോക്കണില്ലേ? ചുരുങ്ങിയത് ഒരു 10-25 പെൺകുട്ടികളെങ്കിലും ഓമ്പോയി കണ്ടിട്ടുണ്ടാവില്ലേ? ഒന്നിനും ശുക്കൂറിന് പറ്റുന്നുണ്ടാവും. നിറം പോരാ, മുടി പോരാ, കണ്ണ് പോരാ, ചെവി പോരാ, മൂക്ക് പരന്നിട്ടാ എന്തൊക്കെയാ. ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും പെണ്ണുങ്ങളല്ലാന്നാ മൂപ്പര് പറയണത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തോടെ ശുക്കൂറിന് പെണ്ണ് നോക്കണ ഏർപ്പാട് ഞാൻ നിർത്തി. അങ്ങനെ പറയല്ലേ പുയ്യാപ്പിളെ. ഇപ്രാവശ്യം ഓനെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോളാം. ഏതായാലും ഓൻ വരട്ടെ, നമുക്ക് ആലോചിക്കാം. ഇനി പെണ്ണിനെ ഓൻ കാണണ്ട. ഷായിരി നിങ്ങളും പോയി കണ്ടുകാട്ട് ഒന്നിനങ്ങോട്ട് ഉറപ്പിച്ചാലേ ആ പെൺകുട്ടിനെ ശുക്കൂർ നിക്കാഹ് കഴിക്കും, അല്ലെങ്കിൽ കഴിപ്പിക്കണം. ആ ബ്രോക്കർമാരിലൊക്കെ ഞാൻ ഒന്നുകൂടി പറയാൻ പോവാ ഇൻഷാ അല്ലാ. പിയാപ്പിളെ, ആ ഫോണെടുത്ത് കത്തല്ലൊക്കെ ഒന്ന് കുത്തിയാ പൊന്നുട്ടിനോടും പിയാപ്പളിനോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാലോ. നാട്ടീന്നാ വാപ്പയാന്ന് തോന്നുന്നു. ഹലോ, അസ്സലാമലൈക്കും. വാലൈക്കും സലാം വാപ്പാ. ശുക്കൂർ വിമാനത്തിൽ കയറിയോ? ഓ, എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് വാപ്പ. ഫ്ലൈറ്റ് ഇത്തിരി ഡിലേ ആണ്. ഓൻ അവിടെ തിരി വിളിക്കും, എന്നിട്ട് വാപ്പ പോയാൽ മതി. ആയിക്കോട്ടെ. പിന്നെ ഓനോട് എല്ലാം പറഞ്ഞിട്ടില്ലേ? ഇപ്രാവശ്യം ഓനെ വെറും കൈയോടെ മടക്കി പറഞ്ഞയക്കൂല എന്നുള്ള ഭാഷയിലാണ് നമ്മള്. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഓന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കും. എനക്കറിയോ, മനുഷ്യന് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റണില്ലാന്ന്. ഓ, ഒക്കെ പറഞ്ഞിട്ട് വാപ്പ. ശരി മോനെ, അസ്സലാമലൈക്കും. ശരി, വാലൈക്കും സലാം. എൻ്റെ വാപ്പേ പൊറാട്ടാലിക്കാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലാന്ന്. ഓ, നിന്റെ ആങ്ങളയ്ക്ക് പെണ്ണ് കിട്ടാത്തത് നാട്ടിൽ മൊത്തം പാട്ടല്ലേ? കളിയാക്കൊന്നും വേണ്ട. അങ്ങനെ ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ടൊന്നും ഞങ്ങളാനോ കെട്ടിക്കൂല. ഞങ്ങളെ തറവാട്ടുകാരാ. തറവാട്ടുകാർ തന്നെ. അല്ല, എത്ര നോക്കി അവന് വേണ്ടിട്ട്? ഇത്തവണക്കാക്ക് സമ്മതിച്ചിട്ടുണ്ട്, എന്തായാലും കെട്ടിയിട്ടേ വരുള്ളൂ എന്ന്. അതിന് കിട്ടിയിട്ട് വേണ്ടേ? അല്ല, ഇപ്രാവശ്യം മഹർ വാങ്ങിയിട്ടില്ലേ? ജ്വല്ലറി മൊത്തം മാറ്റി മാറ്റി നോക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ എത്രാമത്തെ മഹറാ? ഓൻ ഇവിടുത്തെ മിസ്രി പെണ്ണുങ്ങളെ കണ്ട് നാട്ടിലെ പെണ്ണുങ്ങളൊന്നും പിടിക്കാതെയായി. പോരാത്തതിന് സിനിമ ഭ്രാന്തും. സിനിമ നടികളെ മോഹിച്ച വല്ലോ നടക്കുവോ? ഇവിടുത്തെ പെണ്ണുങ്ങളെ കാണിച്ചു കൊടുത്തപ്പോ ഓർക്കൊക്കെ വലിയ കിബിറാന്നാ ഓൻ പറയണ്. ഏതായാലും ഇത്തവണ യാതൊരു രക്ഷയില്ല. പിടിച്ചു കിട്ടി തല വെക്കുന്ന വാപ്പ പറയുന്നത്. എന്റെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും തരക്കേടില്ലാത്ത ഒന്നിനെ കിട്ടിയാ മതിയായിരുന്നു. പെണ്ണിട്ട് അന്ന് കാക്ക മലന്ന് പറക്കും. അതും പെരണ്ണങ്ങാടി കൂടെ മലന്ന് പറക്കും. പറക്കൂല. ഓന് പറ്റ പെണ്ണ് ഈ ദുനിയാവിൽ കിട്ടാനില്ല. അതുകൊണ്ട് ഇപ്രാവശ്യവും ഓന്റെ വാപ്പ പൊറാട്ടാലിക്ക അടുപ്പത്ത് വെച്ച വെള്ളം ഇറക്കി വെക്കണല്ലേ. ബ്രോക്കർമാരൊക്കെ പൊറാട്ടാലിക്കാനെ നേല് കാണുമ്പോ നേരം തൊടാതെ ഓടുക. എങ്ങനെ ഓടാണ്ടിരിക്കും? അത്രമാത്രം ചെരുപ്പ് തേഞ്ഞിട്ടുണ്ട് ഓരോ ബ്രോക്കർമാര്. അയാളെ പൊറാട്ടാലിക്കാന്നല്ല വിളിക്കേണ്ടത്. അല്ലോ, ആലിക്ക വരുന്നുണ്ട്. പൊറോട്ടാലിക്കാന്ന് മൂപ്പരൊക്കെ പറയണ്ട. മൂപ്പര് ചൂടാകുന്ന അറിയാലോ നിങ്ങക്ക്. അല്ല മഹമ്മദേ, നമ്മളെ ബ്രോക്കർ കുഞ്ഞാലിനെ കണ്ടിനോ? ഒന്നലയില് പോയി.
നിങ്ങളാ മൊബൈലിലൊന്ന് വിളിച്ചു നോക്കുന്നു. ആ കുന്തരാണ്ട ഞമ്മക്ക് ശരിയാവൂലോടോ. എന്നാ ശരി, ഞാൻ ഓനൊന്ന് നോക്കട്ടെ. ആ ആയിക്കോട്ടെ. അല്ല മോൻ വരുന്നുണ്ടാ? ആ ആ 100 ആയിസ ഇപ്പൊ പറഞ്ഞു നാ എടുത്തിട്ടുള്ളൂ. അല്ല ഒന്നും വേണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. പൊറോട്ടാലിക്ക മോൻ വരുന്നുണ്ടോ? ശുക്കൂറിന് പെണ്ണോക്കുണ്ടോ പൊറാട്ടാലിക്ക? എന്താടാ എന്റെ അടുത്തുണ്ടോ? എന്റെ വല്യമാൻ ആലോചിക്കാൻ ദേ. നിങ്ങൾ BP കൂട്ടല് പൊറാട്ടാലിക്ക. ഞാൻ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത് പൊറാട്ടാലിക്ക? എന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞേക്കണ്, ആലി എന്നുള്ള എന്റെ പേരിന്റെ കൂടെ പൊറാട്ടാന്ന് ബാലിട്ട് വിളിക്കരുത്. വിളിക്കും, തറപ്പിച്ചെന്ന് വിളിക്കും പൊറാട്ടാലിക്കാന്ന്. നിങ്ങളെ മോൻ ശുക്കൂർ പെണ്ണിട്ടെ അന്ന് മുതലേ പൊറാട്ടാലിക്കാന്നുള്ള കളിയാക്കിയല്ലേ വിളി ഈ പെരുമണ്ണ ദേശക്കാർ നിർത്തൂ. നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ മുമ്പിലായി ഉണ്ടാക്കാന് എന്റെ മോനെന്താ ഭീകരജീവിയാണോ? അല്ലേ അല്ല, സുന്ദരൻ, സുമുഖൻ, സുശീലൻ. കണ്ടാൽ ഏത് പെണ്ണും ആ സൗന്ദര്യത്തിന് മുന്നിൽ ഒന്ന് വീണു പോകും. പക്ഷെ എന്താ കാര്യം എന്നറിയോ? ഈ നാട്ടിൽ ഒരു പെൺകുട്ടി ഓന് ബോധിക്കൂല. ഈ നാട്ടിലെ പെൺകുട്ടികളൊന്നും ഓന് പറ്റൂല എന്ന് ഓൻ പറയണത്. അതുകൊണ്ടല്ലേ ഓന് പെണ്ണ് കിട്ടാത്തേ. കിട്ടും, ഓൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പെണ്ണ് കിട്ടും. നിങ്ങളെ കൊണ്ടൊക്കെ പൊറാട്ട എന്നുള്ള വിളി ഞാൻ നിർത്തിക്കും. നമുക്ക് കാണാം. കണ്ടാൽ അറിയാത്തോ കൊണ്ടാലറിയാം. ഹലോ, മാരേജ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ കുഞ്ഞാലി മരക്കാർ സ്പീക്കിംഗ്. മരക്കാർ ഒരു വെയിറ്റ് ഇട്ടതാ, മക്കാറാക്കണ്ട. ആ ആ ആ നല്ല അലുവ കണ്ട പോലത്തെ ഒരു സാധനം, 20 സെന്റ്. അല്ല 20 വയസ്സ്. ആ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അഡ്വാൻസ് കൊടുത്ത് ഞമ്മ കളപ്പിക്കാം. അല്ല ഞമ്മക്ക് പോയി നേരിട്ട് കാണാം. പറമ്പിലും പെണ്ണിനും ഞമ്മളെ കഴിച്ച എല്ലാവരും കച്ചവടല്ലേ? എന്നാ ശരി, നിങ്ങൾക്ക് എന്നാ സമയത്താ പറഞ്ഞോളി, ഞമ്മക്ക് വേളക്കാം. അല്ല കാണാം. ആ ശരി. ആ ഓ എന്റെ ഒരു കാര്യം കുഞ്ഞാലി, എടാ എന്റെ ബാപ്പാനെ വിറ്റ് പൈസ എന്റെ കൈമലുണ്ട്. എന്താ ഈ ദുനിയാവിന്റെ ഏത് മൂല വരെ ഓടിയാലും അന്നെ നമ്മള് വിടൂല. നടക്കൂല അലിക്ക, നടക്കൂല. എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങളെ മോൻ സുക്കൂറിന് പെണ്ണു നോക്കാൻ എന്നെ കൊണ്ടാവൂല. 4-5 കൊല്ലായി ഞാൻ ഓന് വേണ്ടി പെണ്ണന്വേഷിക്കുന്നു. ഓരോ കൊല്ലവും ലീവിന് വന്ന് തിരിച്ചു പോന്നവരെ എല്ലാ ദിവസവും ഓനെ കൂട്ടി എത്ര പെൺകുട്ടികളെ കണ്ട്. ഒന്നിനും ഓന് പറ്റൂല. ഒക്കെ എനിക്കറിയാം. എന്നാലും എന്തെന്നാലും പെൺകുട്ടിയൊക്കില്ലാത്ത കുറ്റമില്ല. നിറം പോരാ, മുടിയില്ല, മൂക്ക് വളഞ്ഞിട്ടാ, ചുണ്ടു ചരിഞ്ഞിട്ടാ, മുടിക്ക് നീളമില്ല, അതില്ല ഇതില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വലിയ വലിയ തറവാട്ടിന്ന് പോലും മൊഞ്ചത്തിമാരായ പെൺകുട്ടികളെ ഓന് പറ്റണില്ല. ഓളൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിക്കണം. നിങ്ങളെ മോ സുക്കൂർ ഇപ്പോഴും ജന്നത്തിൽ ഫിർദൗസ്ന്ന് ഓന് പറ്റിയ ഹൂരി ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുക. നിന്നോട്ടെ എന്റെ പൊന്നാലിക്ക, ഞമ്മളെ വിട്ടേക്ക്. എന്റെ ബ്രോക്കർ ജീവിതത്തിൽ സുക്കൂറിന് പെണ്ണന്വേഷിച്ച് തല്ല് കിട്ടാതെ കഴിച്ചിലായത് എന്റെ കുട്ടികളെ നസീബുണ്ടാ. അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് നാട്ടിൽ ഒരുപാട് ബ്രോക്കർമാരുണ്ട്, ഒരിടത്തിയില്ലേ. അതാണല്ലേ, എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ പൊന്നു കുഞ്ഞാലിയെ, എന്നെ കാണുമ്പോ എല്ലാ ബ്രോക്കർമാരും മണ്ടാണ് എന്നെ പോലെ. അവസാനായിട്ട് ഒന്നുകൂടി ശ്രമിച്ചൂടെ? ഓൻ ഇന്നലെ രാത്രി അവിടുന്ന് പുറപ്പെട്ടിന്. ഈ വിയാച്ച നടക്കൂ ഉറപ്പാ. ഇത് എത്ര പ്രാവശ്യം കേട്ടതാ? എല്ലാ പ്രാവശ്യം ഇതന്നെയല്ലേ പറയല്? എടോ, അതിന് ദുബായിൽ ഒന്നും കാണുന്ന പെൺകുട്ടികളെ മാതിരി ഇവിടെ കാണില്ല എന്നല്ലേ പറയണത്. എന്നാ പിന്നെ ദുബായിന്ന് കെട്ടിക്കോളാൻ പറയും. അല്ല ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ അല്ല. നിങ്ങളെ ആൾക്കാർ പൊറാട്ട അലിക്ക പൊറാട്ട. എന്താ ഈ പറഞ്ഞേ? ബാപ്പാരായ കുറച്ച് നാണോ മാനോ വേണോന്ന്. ശരി. കുഞ്ഞാലി കുഞ്ഞാലി, ഈ പണി നടന്നാല് അന്റെ പോരെ പണി ഞാൻ സുക്കൂർ കരിപ്പൂർ വിമാനം ഇറങ്ങുമ്പോ ഞാൻ നിങ്ങളെ പെരയിലുണ്ടാവും. പിന്നെ സുക്കൂറിന്റെ ലൂയക്കാരായ 2 വിദേശികളെ ആ ബൈക്കൊന്നും കണ്ടുപോരുത്. ഐറ്റിങ്ങൾ രണ്ടും കൂടിയാണ് സുക്കൂറിന് പടക്കാക്കുന്നത്. സുക്കൂർ വിമാനം ഇറങ്ങാൻ കാത്തിക്ക. ചക്കപ്പായത്തിലെ ഈച്ച പൊതിയുമ്പോ പൊതിയാൻ. അതെ, ഇതിന്റെ അവസാനത്തെ പെണ്ണുനോക്കല. അതുകൊണ്ട്
ആ 2 ബിലീസിങ്ങളെ ഓന്റെ ഒപ്പം കാണരുത്. കാണൂല. ഐറ്റിങ്ങളെ എന്റെ പോരന്റെ പടി ഞാൻ കയറ്റൂല. പോരെ? ആ എന്നാ പിന്നെ നടന്ന് കൂട്ടിക്കോളി. ദേ പോരാ. പോരാന്ന്. ഞാനും പോരാന്ന്. എന്നാ കയറിക്കോളി. സമയം എത്രയായി? ഓനെ കാണുന്നില്ലല്ലോ. 11 മണിക്ക് വിമാനം ഇറങ്ങുന്നല്ലേ പറഞ്ഞത്. പിന്നെ പെട്ടിയും കിട്ടിയെല്ലാം കിട്ടി വരുമ്പോഴേക്ക് നേരെ ഒരുപാടാവും. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയോ റബ്ബേ? ഒന്ന് ബേജാറാവാതിരിക്കുമ്മ. ഷുക്കൂർ ആദ്യമായിട്ടൊന്നല്ലല്ലോ ഗൾഫിൽ നിന്ന് വരുന്നത്. കസ്റ്റംസ് ഒക്കെ കഴിഞ്ഞു കിട്ട ഒരുപാട് നേരെടുക്കും. എന്റെ പിയാപ്പളിനോടൊന്ന് എയർപോർട്ടിൽ പോകാൻ പറഞ്ഞപ്പോ മൂപ്പർക്ക് എന്നില്ലാത്തൊരു തിരക്ക്. അതിന് എയർപോർട്ടിൽ ആരും വരണ്ട, വണ്ടി അയച്ചാ മതിയെന്ന് ഷുക്കൂർ എന്നല്ലേ പറഞ്ഞത്. എത്തിയോ? ഇല്ല, ഇപ്പൊ വരൂ. അന്നേരം ഇറങ്ങിക്കുന്നത് കുപ്പായം മാറ്റി സുക്കൂറിന്റെ കാര്യത്തിന്. നല്ല തറവാട്, ഇത്തിരി ദൂരാ, പരപ്പനങ്ങാടി. 3 പെൺകുട്ടികളാ. മൂത്തേനെ കെട്ടിച്ച് തിരൂർക്ക. ഇത് രണ്ടാമത്തെ ഡിഗ്രിക്ക് പഠിക്കുക. തോണ്ടിയിട്ട് കിട്ടുന്നില്ല. അല്ലേ അങ്ങനെ തോണ്ടിയാ കിട്ടുന്ന കുട്ടിയല്ലത്. ഇതിൽ കാണുന്നതിനേക്കാൾ ചുരുക്ക് നേരിട്ട് കാണുന്നില്ല. നമ്മളെ സായുധ മോള അത്ര ഉയരം, കളർ ഇത്തിരി കൂടുതലാ, തടി കുറച്ച് കുറവാണ്. അത് കല്യാണം കഴിയുമ്പോൾ ശരിയായിക്കോളും. പൊന്നും പണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞിനെയോ? വെറുതെ പറഞ്ഞു മാനം കെടാൻ നിക്കണ്ട. ഒരു തിരുന്നെത്രന്ന് പറയാൻ പറ്റൂല. എടുത്തു വെക്കാൻ ഇവിടെ സ്ഥലമുണ്ടോ? ചേന്താത്ത ചായ എടുത്തോളി, വിശന്നിട്ട് വയ്യ. നേരി പത്രി ഇറച്ചി ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് പോന്നോട്ടെ. മോനെ ദിനേശ്, നിന്റെ ബാപ്പ പൊറോട്ട നീ വരുന്ന വിവരം മറച്ചു വെച്ചാലും ഞങ്ങൾ മണത്തറിയും. വേണ്ട, അങ്ങാടിയിലെ പിള്ളേരോട് കളി വേണ്ട. ഫുഡ് കഴിച്ച് തയമിച്ച കയ്യാത്. യു നോ വി ആർ നോട്ട് എ ബഗേഴ്സ്. മോനെ ഇറങ്ങി വാ, അണ്ണന്മാരെന്ന് കാണട്ടെ. നീയല്ല ഷുക്കൂർ. ഷുക്കൂർ ഇതിലില്ലല്ലോ. അപ്പൊ ഷുക്കൂർ വന്നില്ലേ? വന്നു. വരുന്ന വഴിക്ക് കൊണ്ടോട്ടിയിൽ ഇറങ്ങി പെട്ടിയും സാധനങ്ങളായിട്ട് എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ പോണു. നിക്ക് ഞങ്ങളെ സ്വഭാവം അനുസരിച്ച് ഞങ്ങൾ ഈ വണ്ടി ചാടി കയറണ്ടാണ്. പക്ഷേ ഞങ്ങളുണ്ട്. എത്തി, പുയ്യാപ്പിളെത്തി. സുക്കൂർ പുയ്യാപ്പിളെത്തി. ആലിക പുയ്യാപ്പിളെത്തി. പൊറാട്ടാലും കുഞ്ഞാലി നിക്കുന്ന കണ്ട. ഷുക്കൂർ എവിടെ? ഞങ്ങളാരും കണ്ടില്ല. കണ്ടില്ലേ? ആലിക്ക വരുന്ന വഴിക്ക് കൊണ്ടോട്ടി കാറ് നിർത്താൻ പറഞ്ഞു. ഞാൻ വന്നോളാം, പെട്ടിയും സാധനങ്ങളുമായിട്ട് നീ പോയിക്കോന്ന് പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങി പോവേ? എങ്ങോട്ട്? അതെനിക്കറിയില്ല. എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചില്ല? അത് ഞാൻ ചോദിച്ചില്ല. എന്ത് പണിയാണ് ഈ ശുക്കൂർ കാണിച്ചത്? മനുഷ്യന്മാരെ കൊരങ്ങ് കളിപ്പിക്കാ. പാർട്ടി അവിടെ കാത്തിക്കാണ്, എവിടെ പോയി നോക്കാനാണ്? ചിലപ്പം ബ്യൂട്ടി പാർലർ കയറിയിട്ടുണ്ടാവും. പെണ്ണ് കാണാൻ പോകാനല്ലേ. അതിന് ഇവിടെ വന്ന് എല്ലാരും കണ്ടതിന് ശേഷം പോയാ പോയി. അല്ല, നിങ്ങൾ രണ്ടാൾ ഇതിനകത്ത് എങ്ങനെ കേറി പറ്റിയതല്ല, കേറിയതാ. നേരെ വർത്താനം പറയണം. ഞങ്ങൾ അങ്ങ് ഊർക്കാടോ എന്ന് കേറിയതാ. അതെ, അതിപ്പോ നിങ്ങൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറഞ്ഞ് കളിക്കണ്ട. നമുക്കൊന്ന് പോയി നോക്കുക. കുണ്ടോട്ടിയിൽ എവിടെ ഇറങ്ങി? വണ്ടിയിൽ നിന്ന് പത്രവും വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. സിനിമാ തിയേറ്ററിന്റെ അടുത്ത് എത്തിയപ്പം വണ്ടി നിർത്താൻ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. പിടികിട്ടി. അവിടെ നമ്മളെ മൊയ്തീന്റെ സിനിമ ഉണ്ടല്ലോ. ഇങ്ങോട്ട് വരാണ്ടാണോ സിനിമ പോയത്? സൈനവാ, ഇന്ന് കുപ്പായം കൊടുത്ത.
എന്റെ മൊയ്തീനെ നമ്മൾ നിങ്ങളെ ഫാനാട്ടോ. എന്ത് രസങ്ങളെ ഈ ഗെറ്റപ്പിൽ ഇങ്ങനെ കാണായി. ഒടുക്കത്തെ ഗ്ലാമർ ആട്ടങ്ങള്. പഠിച്ചോനെ എന്തൊരു തിരക്കത്. ടിക്കറ്റ് കിട്ടുപ്പൊന്ന് ഇതാ പ്രത്യേട്ടാ, നമ്മൾ ഖത്തറിന് വരിക കേട്ടോ. പെരയിലും കൂടി പോവാണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി വന്നാ. എങ്ങനെങ്കിലും ഒരു ടിക്കറ്റ് ശരിയാക്കി തരും. ബ്ലാക്കിന് ടിക്കറ്റ് വെക്കണ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. അറിയുന്ന ഒരൊറ്റ ആളുമില്ല. അല്ലെങ്കിൽ സുക്കൂറെ ചായക്ക് പൈസ ഇല്ല, ചോറിന് പൈസ ഇല്ല, മക്കൾക്ക് മരുന്ന് അടിക്കാൻ പൈസ ഇല്ല, ഒരു 100 200 പറഞ്ഞിട്ട് എല്ലാ അലവലാദികളും ഉണ്ടാവും. ഇതിപ്പോ മഷിട്ട് നോക്കിയിട്ട് ഒറ്റ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. ടിക്കറ്റ് കിട്ടാണ്ട് പറ്റൂല്ലോ. ടിക്കറ്റ് കിട്ടാണ്ട് പറ്റൂല. പയ്യെ പണി തന്നെ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒറ്റ ടിക്കറ്റ്. പ്ലീസ് സാറേ, സാറേ ഒറ്റ ടിക്കറ്റ് സാറേ, ഒറ്റ ടിക്കറ്റ്, ഒറ്റ ടിക്കറ്റ്. എന്റെ മൊയ്തീനെ. ബാപ്പാ അസ്സലാമു അലൈക്കും. അടി കിട്ടാത്തതിന്റെ തോന്നിവാസ. അല്ല എന്തു പറയാൻ, മനുഷ്യനായ കുറച്ച് നാണവും മാനൊക്കെ വേണം. ഇങ്ങനെയുണ്ടൊരു സിനിമാ പ്രാന്ത്. അതിനിപ്പോ ഞാൻ എന്താക്കിന്നാ? ഒരു സിനിമ കാണാൻ പോയതപ്പോ എത്ര വലിയ കുഴപ്പമായത്? തിരക്കായതുകൊണ്ട് അവിടെ ഉന്തും തള്ളൊക്കെ ഉണ്ടായി. അപ്പൊ ഒന്ന് വീണ് മേലെ തിരി ചളിയായി. മുണ്ടിപ്പോവരുത് ശൈത്താന്. സിനിമ ഞമ്മക്ക് ഹറാമായ കാര്യമാണ്. അത് എന്നോട് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗൾഫിൽ നേരം വെളുക്കോളം യൂട്യൂബിൽ സിനിമ കണ്ടു കണ്ട് മതിയായില്ലേ നിനക്ക്? അതിനത് പുതിയ സിനിമ അളിയാ, യൂട്യൂബിൽ വന്നില്ല. പടച്ചോനെ, ഇവനെ കൊണ്ട് നമ്മള് തോറ്റ്. പോത്തെ വിമാനം ഇറങ്ങിയിട്ട് ഇതിന്റെ അകത്ത് കയറാൻ നേരല്ലാണ്ട് സിനിമ ടാക്കീസ് കയറിക്കോളാന്ന് നീയത്താക്കിനു. സാരില്ലാന്ന് ഓൻ കുളിച്ച് എന്തെങ്കിലും തിന്നോട്ടെ. എന്ത് സാരില്ലാന്ന് ഈയാണ് ഓനെ വഷളാക്കണത്. അവസാനായിട്ട് ഞാൻ പറയാ, അന്റെ സിനിമാ ഭ്രാന്ത് ഇതോടെ നിർത്തിക്കോ, അല്ലെങ്കിൽ ഗതി പിടിക്കൂല. ഒന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ തീരുമാനിച്ചേ. 4-5 കൊല്ലായില്ലേ ഓരോ ലീവിന് വരുമ്പോൾ അതിനു വേണ്ടി മെനക്കെടുന്നത്. ലോകത്തിലൊരു പെണ്ണിന് ആർക്കും പറ്റൂല. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ അത് മുടക്കും. ഇനി അത് നടക്കൂല. ദാ നോക്ക്, ഈ കുഞ്ഞാലി നേരം വെളുക്കുമ്പോ വന്ന് കുത്തിരിക്കുന്നതിന്റെ അനക്കും വേണ്ടിട്ട് നീ വേഗം കുളിച്ച് റെഡി ആയിക്കോ. എന്ത് കോപ്പ, ഒന്നും പറയണ്ട. ഇപ്പം പോയി കാണുന്ന പെണ്ണിനെ ഈ കെട്ടും. മനുഷ്യൻ വേണ്ട വേണ്ട നിൽക്കുന്നവർ ഓം വേണ്ട വേണ്ട നോക്ക. ഇതോടെ തീരും ഒക്കെ. മോനെ സുക്കൂറെ, ബാപ്പ പറഞ്ഞു കേട്ടില്ലേ, അന്നെ നന്നാക്കാൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കട്ടെ. മോനെ ശുക്കൂറെ, ഈ ഉമ്മാന്റെ വിഷമം മനസ്സിലാക്ക്. ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിക്ക് വന്നാ ജി നന്നാവും. പഠിച്ചോൻ എന്നെ കാക്കും. ചെന്ന് കുളിച്ചു ബാ. അപ്പോഴേക്കും ഉമ്മ ചായയും പത്തിരി ഇറച്ചിയൊക്കെ എടുത്തു വെക്കാം. ബാ. അല്ല കുഞ്ഞാലിക്ക, പെണ്ണം കണ്ട് കാണാനൊക്കെ? പെണ്ണേ പഴയ പോലെ തന്നെ, പെണ്ണുങ്ങളെ മാതിരി തന്നെ. അതാ കുളിക്കാണ്, കുളിച്ചോണ്ടിരിക്ക. എന്നാലും എന്റെ ചെങ്ങായിമാരെ കൂട്ടാണ്ട് പോണത് മോശമായി പോട്ടെ കുഞ്ഞാലിക്ക. മോശമാണോ? എന്നാ വണ്ടി തിരിച്ച് എന്റെ പെരേക്ക് വിട്. എന്റെ പാപ്പാനോട് ചോദിച്ച് അവരെയും കൂട്ടി അങ്ങോട്ട് പോവാ. എന്തേ? അത് വേണ്ട. ആനക്കും വേണ്ടി എത്ര പെൺകുട്ടികളൊക്കെ ഉണ്ട്. ആ 2 അമ്പുക്കളും കൂടി കുറെ എണ്ണം കൊളാക്കി. എടോ, ചോദിക്കേണ്ടതേ പെണ്ണുങ്ങളോടും മറ്റും ചോദിക്കാവൂ. അല്ലാതെ കണ്ട സിനിമയിലെ ഡയഗോലല്ല ചോദിക്കേണ്ടതും പറയേണ്ടതും. പലയിടത്തുനിന്നും അടികൊള്ളാണ്ട് കഴിച്ചില്ലായത് എന്റെ കുട്ടികളെ നസീബുണ്ടാ. അതുകൊണ്ടാ ഐറ്റിങ്ങൾ 2നോടും പെണ്ണ് കാണാൻ പോകുന്ന കാര്യം പറയാതിരുന്നത്. മനസ്സിലായ എനിക്ക്? അതിന് ഞാൻ ഇപ്രാവശ്യം പെണ്ണ് കെട്ടുന്നില്ല എന്നാ ബിലിസിനോട് പറഞ്ഞേ. എങ്ങനെ എന്റെ ഐഡിയ? എങ്ങനെ പോണേ? എന്ത് പേടിച്ചു പോയോ? പേടിക്കണ്ടോ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരേ നാട്ടുകാരല്ലേ. നമ്മളില്ലാത്തൊരു പെണ്ണാണല്ലേ. ഇവന് നടക്കൂല മോനെ. ഞങ്ങളെ നിർബന്ധമായി വരണമെന്ന് ശുക്കൂർ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വരണ്ട. നിങ്ങൾ എങ്ങനെ നിർബന്ധം പിടിക്കല്ല? എന്റെ കുഞ്ഞാലിക്ക, ഞങ്ങളില്ലാത്തൊരു പെണ്ണാണല്ലേ. ഇവന് നടക്കൂല. അതുകൊണ്ടാ ഞങ്ങൾ ഇവിടെ വഴി തന്നെ കാത്തുന്നത്. അത് ഇങ്ങക്ക് അറിയോ? വേണ്ട, പറ്റൂല. ഇതുവരെ കൊളാക്കിയൊന്നും പോരെ. ഞങ്ങൾ എന്ത് കൊളാക്കി നിങ്ങൾ പറയുന്നത്? ഇത് പണ്ടത്തെ കാലൊന്നുമല്ല. അതുകൊണ്ട്
കാണാൻ പോകുന്ന പെൺകുട്ടിയോട് എന്ത് തോന്നിയ ദിവസം പറയാമെന്നോ? ശുക്കൂറൊന്നും പറയാത്തോണ്ട് ഞങ്ങൾ പറഞ്ഞു, അത്ര തന്നെ. അത് തന്നെ ഞാൻ പറഞ്ഞു. ചോദ്യവും വേണ്ട, ഉത്തരവും വേണ്ട. വണ്ടി കയറി ശുക്കൂറെ. ഞങ്ങൾ വരുന്നുണ്ട്. പറ്റൂല. ഇവന്റെ വാപ്പ പ്രത്യേകം പറഞ്ഞിരിക്കണ്, നിങ്ങളെ രണ്ടാളെ ആ ബൈക്ക് അടുപ്പിക്കരുത്. ആര് ആ പൊറാട്ടല്ലയോ? ലീവ് ഇറ്റ്. അയാളല്ലല്ലോ പെണ്ണാണാൻ പോന്നത്. നടക്കാൻ എന്തല്ല അവിടെ ഇല്ല. ഒറ്റ മിനിറ്റ്, ഞാൻ കയറി ഞാൻ കയറിക്കട്ടെ. പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ 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 മിണ്ടാണ്ട് കുത്തന്നെ തന്റെ അവിടെ. കരിമിറങ്ങും പറഞ്ഞോക്കെ ഓർമ്മണ്ടല്ലോ. നിങ്ങൾ രണ്ടാളും തൊള്ള തുറക്കരുത്. പഠിച്ചോനെ, ഇതെങ്കിലും ഇറ്റള് കൊള്ളാക്കാതിരുന്നാ മതിയേനു. കുഞ്ഞാലിക്ക് എന്തെങ്കിലും പറഞ്ഞോ? തൊള്ള തുറക്കല്ലടാ. ഇല്ല ഇല്ല ഇല്ല. അസ്സലാമലൈക്കും. വലൈക്കും സലാം. നമ്മൾ താമസിച്ചില്ലല്ലോ. ഇല്ല ഇല്ല, കേറി കേറി കേറിട്ടോ. ഇതാണ് പുയ്യാപ്പള ചെക്കൻ. ഓ, ഫോട്ടോയിൽ കണ്ടീന്. ഞാൻ കരീമ്. എത്ര മാസം ലീവ് ഉണ്ട്? 6 മാസം. ഓ, പേടിക്കണ്ട, ഇഷ്ടം പോലെ സമയമുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പിളക്കും പെണ്ണിനും അടിച്ചു പൊളിക്കാൻ സമയമുണ്ട്. അതേതായാലും നന്നായി. കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്നു? ദുബായി തന്നെ. എന്താ ചെയ്യുന്നേ? എന്താ പറയാ, ഒരുപാട് കാലം തേടിത്തിരിഞ്ഞു. പിന്നെ ചെന്നുപെട്ടത് ഒരു മൊബൈൽ ഷോപ്പിൽ. അതായത് പട്ടണത്തിന്റെ നടുവിൽ. ചെന്നപാട് മുതലാളി എന്നോട് പറഞ്ഞ സെക്യൂരിറ്റി വെക്കാൻ, അതും എന്നോട്. എന്താ ചെയ്യാ, അവസാനം ഞാൻ 1-2 ലക്ഷം മുടക്കി പാർട്ണറായി അല്ലേ? കോഴിക്കോട്. രണ്ടാളും ഉടനെ തന്നെ ഗൾഫിൽ പോകാനുള്ള പരിപാടിയാ. സുക്കൂർ വിസ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് ചായ കുടിക്കാം. അല്ല, പെണ്ണിനെ കണ്ടില്ലല്ലോ. പെണ്ണിനെ പിന്നെ കാണൂ. നമുക്ക് ആദ്യം ചായ കുടിക്കാം. എന്നാ പിന്നെ ചായ കുടിക്കാം. ഒരുപാട് പലഹാരൊക്കെ ഇട്ടല്ലോ. കുറെ തന്നെ ഉണ്ടാവും. കുടി. എന്തൊരു വേദന. ചായ കുടി. ഞാൻ തിന്നോളാം. എടുത്ത് കഴിക്കേ. കുഞ്ഞാലിക്ക് ആക്രാന്തം കാണിക്കില്ല. എന്തായാലും വെള്ളം കാണാത്ത കുറവ് വിചാരിക്കാനോ ഒന്നുമില്ലടോ. ഇതൊക്കെ ഞമ്മക്ക് തിന്നാൻ തന്നെ കൊണ്ടുവച്ചാ അല്ലേ? അല്ല, ആളെ കണ്ടില്ലല്ലോ. ആളെയൊക്കെ കാണാ. ചായ കുടിക്കും. പുയ്യാപ്പിള ചെന്ന് പെണ്ണ് കാണട്ടെ. അപ്പൊ ഞമ്മക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കാം. എവിടേക്കാണ്? ഇരിക്കവിടെ, ഇരിക്കവിടെ. തിന്നടാ. തിന്ന. കഴിക്കും കഴിക്കും. പേരെന്താ? ഏയ്, പേരെന്താന്ന് പറഞ്ഞില്ലട്ടോ. നല്ല പേര്, എനിക്കിഷ്ടായി. എന്നെ ഇഷ്ടായോ? പിന്നെ എന്നെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാ ദുൽഖർ സൽമാന്റെ കട്ടാന്നാ എല്ലാരും പറയണത്. എനിക്കെന്റെ അഹങ്കാരമൊന്നും ഇല്ലട്ടോ. ഇങ്ങനെ തിരിഞ്ഞെന്നാ ഞാനെങ്ങനെ മുഖം കാണുക? കൂട്ടുപുരികല്ലേ, തീരെ മുടിയും കുറവാല്ലേ. നമ്മളെ ഐശ്വര്യറായിന്റെ മുടി കണ്ടില്ലേ? എത്ര മുടി അവൾക്ക്. ഞാൻ അത്ര ഉണ്ടാവുമെന്ന് വിചാരിച്ച്. ഉയരം കുറച്ചുകൂടി ഉണ്ടായിന് നല്ലേ. ഇനി നമ്മളെ നയൻതാരേനെ പോലെ അറ്റ്ലീസ്റ്റ് നസ്രീന്റെ അത്രയെങ്കിലും മതിയേനി. ഇതിപ്പോ പറ്റക്കുള്ള സ്റ്റൈൽ പോയി. കുഞ്ഞാലിക്ക, കുഞ്ഞാലിക്ക, ഈ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. പേടിപ്പിച്ചോ? അല്ല, പേടിപ്പിച്ചോ? ഇല്ല, കുട്ടിയൊന്നും മിണ്ടുന്നില്ല. അത് കുറവുകൊണ്ടായിരിക്കും. അതിന് ഞാൻ കുട്ടീനെ ശരിക്കും കണ്ടില്ല കുഞ്ഞാലിക്ക. അത്ര കണ്ടാ മതി. ബാക്കി നിക്കാഹ് കഴിഞ്ഞിട്ട് നല്ലോണം കാണാം. ഈ ബാസുക്കുറെ മുഖം കാണാണ്ട ഞാൻ വരൂല. എന്നോട് വരാനാണ് ഞാൻ പറഞ്ഞത്. മുഖം കാണാണ്ട ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ?
സുക്കൂറെ കുൽസോ വാങ്ങട്ട് കുൽസോ വീട്ടിൽ കുഞ്ഞാലിക്കങ്ങള് ഇങ്ങോട്ട് വാ കുയിപ്പുണ്ടാക്കട വാടോ കുഞ്ഞാലിക്ക ഓനോളെ മുഖം ഒന്ന് ശരിക്കും കണ്ടോട്ടെ എന്ന്. ഇജ്ജ് മുണ്ടരുത്. എന്താ ഓള് കരയാണ് ഇല്ല. കരയേ എന്താ പ്രശ്നം ഒന്നുമില്ല. നിങ്ങൾ സമാധാനിക്ക് ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം വേണ്ട 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 വേണം വേണം സുക്കൂറെ ഈ വല്ല കുരുമാലും ഒപ്പിച്ചോ? നിങ്ങൾ എന്ത് ഭർത്താനാ പറയണേ ഇവിടെ മുറ്റടിക്കുന്ന ചൂലുണ്ട് അതുകൊണ്ട് അവനെ വിളിച്ച് ഇപ്പൊ ഇറങ്ങിക്കോണം എന്നാ പോ. പോയിക്കൊണ്ടിരിക്കാണ് പോണല്ലോ. പോരി വേഗം പോരി. അപ്പൊ മുഖോ മുഖത്തിന്റെ ഷേപ്പ് മാറണമെങ്കിൽ പോരി. മുഖം കണ്ടോട്ടെ പോരടോ. വേഗം പോരേട്ടാ. പോരി പോരി ഇനി വായോട് കൈകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലോ അന്റെ തന്തായ ഞാൻ മോനെ തല്ലി കൊല്ലല് വാതിൽ തുറക്കിന്ന്. ഒന്നുകൂടി പറയടാ, ഒന്നുകൂടി പറ. ആരാ കെട്ടിണ്ട്? ആരാ കെട്ടിണ്ട്? ബാപ്പാ 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 വാതിൽ തുറക്കി ബാപ്പാ ബാപ്പാ ഒരു പാകത്തിലാക്കി എന്താ കുട്ടിയെ പറ്റി? ഓൻ അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. പിയാപ്പിള കേട്ടില്ലുണ്ടായ വിശേഷങ്ങള് കേട്ടു. അവിടുന്ന് തല്ല് കൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യാന്ന് തല്ല് കിട്ടണ്ടിരുന്ന്. ഇയാ കുഞ്ഞാലിനെ വിളിച്ച ഏത് പെണ്ണാലും ശരി നമ്മള് പോയി കാണും, ഉറപ്പിക്കും. അതിന് കുഞ്ഞാലിപ്പോ എന്നാലും ഓന്റെ മൊബൈലിലേക്ക് ഒന്ന് കുത്തി ഉടനെ എത്താൻ പറ. ഇങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. കിട്ടണില്ലല്ലോ, ഔട്ട് ഓഫ് റേഞ്ചാ. ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാല്ലേ? കുഞ്ഞാലിനെ കിട്ടണ വരെ വിളിക്ക്. ഇന്നേതായാലും രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഉറങ്ങണുള്ളൂ. പെട്രോൾ തീരാൻ കണ്ടൊരു നേരം. തോണ്ടി തോണ്ടി മനുഷ്യർ പെരാന്താവും. ഹലോ 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 കുഞ്ഞാലിക്കല്ലേ? ഹലോ 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 ഈ ഫോൺ ഇങ്ങോട്ട് തന്ന. ഹലോ കുഞ്ഞാലിയാണോ? അതെ ബ്രോ, കുഞ്ഞാലിയാണ്. ഞാൻ ആലിക്കാണ്ടോ? ആര്? പൊറാട്ടാലിക്കോ? പൊറാട്ട ആലിക്കാന്റെ മാപ്പ. എന്തൊക്കെ ആലിക്ക പറഞ്ഞോളി. ഈ എവിടാണ്? അന്ന് അർജന്റ് ആയിട്ട് ഒന്ന് കാണണം ഇപ്പൊ തന്നെ. ഓ കാണാലോ. ഞാനിപ്പോ ദുബായിലാണ്. ദുബായിലോ? അതെപ്പോ പോയി? നിങ്ങളെ മോനെ പെണ്ണന്വേഷിച്ച് ദുബായിക്ക് വന്നാണ്. മനുഷ്യൻ ഇവിടെ ബാലിന് തീ പിടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഒരു മാഞ്ഞാളം. ഈ ഒന്ന് വേഗം കൊണ്ട് എത്തണം. ഏത് പെണ്ണായാലും വേണ്ടില്ല, ഇപ്പൊ ഉറപ്പിക്കണം. ആയില്ല. എന്തായിട്ടില്ലാന്ന് അതിവിടെ പറഞ്ഞ നിങ്ങളെ മോ സുക്കൂറിന് പെണ്ണു നോക്കണ പരിപാടി നമ്മൾ നിർത്തി. ഈ ഒരു മുടക്കും പറയണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്. ശുക്കൂർ ഞാൻ പറയുന്ന പെണ്ണിനെ കിട്ടും. ഏത് കോലത്തിലെ പെണ്ണാലും വേണ്ടില്ല, രണ്ടിലൊന്ന് ഇന്ന് തീരുമാനിക്കണം. നിങ്ങളത് പോയിക്കൊള്ളിക്കാക്കാടുന്ന്. നടക്കണ കല്യാണം വരെ ഇവിടെ നടത്താൻ നേരമില്ല. അല്ല ഓ വെച്ച് നിങ്ങളൊന്ന് സബൂറാക്കി ബാപ്പ. ഈ മുടക്കൊന്നും പറയണ്ട. ഇതാപ്പ കാര്യായത്. നിങ്ങളൊന്ന് സബൂറാക്കി അവിടെ ഇരിക്കു ബാപ്പ. സായിദാ
ഈ ഇറച്ചിയും പത്തിരി എടുത്തേക്ക്. അല്ല അതിനൊന്നും നേരല്ലാന്ന്. അതിന് നിങ്ങൾ തിന്നണ്ട. പറണ കേട്ടാ തോന്നുന്നു പെണ്ണ് ഒരുങ്ങി കുത്തിരിക്കാന്ന് ഇപ്പൊ എടുത്തോണ്ടിരാൻ. അല്ല പിന്നെ